സമയം വൈകുന്നേരം 5 മണി കഴിഞ്ഞു. അതുപോലെ കിട്ടാറുള്ള കട്ടൻ ചായ എവിടെയെന്ന് വലിയമ്മയോട് ചോദിച്ചു. അയ്യോ മറന്നുപോയി, ഇത് എപ്പോൾ ഇട്ട് തരാമെന്ന് വലിയമ്മയും പറഞ്ഞു. പറഞ്ഞതിനിടയ്ക്ക് തന്നെ അമ്മ കട്ടൻ ചായ റെഡിയാക്കി. അതൊരു ബോട്ടിലാക്കി തരാൻ ഞാൻ പറഞ്ഞു. അതും ബോട്ടിലാക്കി കട്ടൻ ചായ കുടിക്കാനായിട്ട് ഒരു കപ്പും ബാഗിലാക്കി പോകാന്ന് പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. എവിടേക്കാണ് എന്റെ യാത്രയെന്ന് വഴിയെ മനസ്സിലാവും. വഴിയിൽ കണ്ട ചായക്കടയിൽ നിന്നും കട്ടൻ ചായയോട് കുടിക്കാൻ 3 കടിയും വാങ്ങി. ഇനി നമുക്ക് നേരെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാം. കുറച്ച് ഗട്ടറൊക്കെ ഉള്ള റോഡാണ്, സൂക്ഷിച്ചു പോയില്ലെങ്കിൽ അങ്ങ് എത്തൂല. കടലുകാണിപ്പാറ, തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റിനടുത്തുള്ള കടലുകാണിപ്പാറ. ഇവിടെ നിന്ന് നോക്കിയാൽ കടൽ കാണാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. കണ്ടിട്ടുള്ളവരൊക്കെ കാണുമായിരിക്കും. എന്തൊക്കെ തന്നെ ആയാലും സന്ധ്യാസമയത്തൊക്കെ പോയിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കടലുകാണിപ്പാറ. ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. സന്ധ്യാസമയത്തൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിരിക്കാറുണ്ട്. ഞാൻ ഈ സന്ധ്യാസമയത്ത് ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരുന്ന ഒരു കട്ടൻ ചായ കുടിക്കാനാണ് വീട്ടിൽ നിന്ന് കട്ടൻ ചായയും ബോട്ടിലാക്കി ഇങ്ങോട്ട് വന്നത്. അതിന് പറ്റിയ സ്ഥലം ഞാൻ കണ്ടുപിടിച്ചു. ഒറ്റയ്ക്കുള്ള ചില യാത്രകളും എനിക്ക് മനോഹരമായി തോന്നാറുണ്ട്. ഇനി നമുക്ക് കൊണ്ടുവന്ന കട്ടൻ ചായ കുടിക്കാം. ബാഗിൽ നിന്നും കപ്പും കട്ടൻ ചായയും പുറത്തേക്ക് എടുത്തു. കപ്പിലേക്ക് കുറച്ച് കട്ടൻ ചായ ഒഴിച്ചു. കട്ടൻ ചായ കുടിച്ചു തീർന്നതിന് മുന്നേ തന്നെ വാങ്ങിയ കടിയെല്ലാം ഞാൻ കഴിച്ചു തീർത്തു. ഞാനിരുന്ന പാറയുടെ അടുത്തുള്ള കുഴിയിലേക്ക് ഞാനൊന്ന് എത്തി നോക്കി.